ഹായ് ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് മേക്കപ്പ് വീഡിയോ ഒന്നുമല്ല, നമുക്കൊരു ചെറിയ ക്രാഫ്റ്റ് വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു ഫ്ലവർ ബൊക്കെ എങ്ങനെ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പേപ്പർ, വെള്ള പേപ്പർ ഇല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഈ ഡ്രോയിങ് ചെയ്യത്തില്ലേ, ആ ഒരു ബുക്കാണ് എടുത്തേക്കുന്നത്. അതിന് വന്നിട്ട് 50 രൂപ എങ്ങാണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പഴയ ബുക്കിൻ്റെ വെള്ള പേപ്പറോ അതൊക്കെ എടുത്താലും മതി. ഇത് കുറച്ചും കൂടെ ഒരു നല്ലൊരു ടെക്സ്ചറാണ്. ഒരു ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമായിട്ട് ഇരിക്കും, കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഫ്ലവറാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്ത് അത് ഇങ്ങനെ 4ആയിട്ട് മടക്കിയെടുക്കാം. മടക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ മടക്കിയെടുക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ പിടിച്ചതിന് ശേഷം ഒന്ന് ടൈറ്റായിട്ട് പിടിക്കുക. പിടിച്ചതിന് ശേഷം ആ ഒരു ലാസ്റ്റ് ഒരു സർക്കിൾ ഉണ്ടാവത്തില്ലേ, അവിടെ കുറച്ച് നമുക്ക് ഫെവിക്കോളോ പശ എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുന്ന അതിൻ്റെ ആ ഒരു റൗണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് വെച്ചിട്ടൊന്ന് അമക്കി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക, ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-30 എണ്ണം മതിയാവും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഫ്ലവർ വൈസ് ആണ്. നമുക്ക് വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ആ ഒരു
ഇതുപോലത്തെ കൊട്ടയൊക്കെ ഉണ്ടാവത്തില്ലേ, ചെറിയൊരു ഫ്ലവർ വൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ കടയിൽ ഇതുപോലത്തെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതൊരെണ്ണം എടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് കുറച്ച് വേസ്റ്റ് പേപ്പറാണ്. എങ്കിലുമൊക്കെ ന്യൂസ് പേപ്പറോ കാര്യങ്ങളോ ഒക്കെ മതിയാവും. അതെല്ലാം കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ചുരുട്ടിയിട്ട് അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് മടക്കിയിട്ട് നമ്മൾ പശ വെച്ച് നമുക്ക് ഗ്ലൂ ഗണ്ണോ എന്ത് പശയായാലും മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു വെള്ള പേപ്പർ എടുത്തിട്ട് ആ ഒരു കൊട്ടയുടെ ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലവർ വൈസിൻ്റെ ആ ഒരു ഷേപ്പിൽ ആ ഒരു പേപ്പറിനകത്ത് ആ ഒരു ആകൃതി വരും. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് അപ്പോൾ ആ ഒരു ആകൃതിയിൽ നമ്മൾ കറക്റ്റായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വരും. ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് അതിനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് പേപ്പറും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. നമ്മുടെ ആ ഒരു ഫ്ലവർ ആ ഒരു വൈറ്റ് അല്ലേ സംഭവം, അതിന് ആ ഒരു ടെക്സ്ചറും കിട്ടാനായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പശ വെച്ചിട്ട് ആ സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പശ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് സമയ ലാഭമായിരിക്കും. കുറച്ചും കൂടെ എളുപ്പത്തിൽ അത് വേഗം ഒട്ടി കിട്ടുകയും ചെയ്യും. ഞാൻ ആ ഒരു സൈഡൊക്കെ കുറച്ച് ആ ഒരു പശ വെച്ച് ഒട്ടിച്ചതിനകത്തോട്ടൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ വെച്ചിട്ട് അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് ഒരു ലെവലിന് വേണം ഒട്ടിക്കാൻ, എന്നാലേ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാകത്തുള്ളൂ. ആദ്യമേ വലിയ വലിയ ഫ്ലവേഴ്സ് താഴെ ഒട്ടിക്കുക, പിന്നെ അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, നല്ലോണം സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബീഡ്സ് എടുക്കാം. ഇതേപോലെ വൈറ്റ് ബീഡ്സ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വൈറ്റ് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കൊട്ടയുടെ ആ ഒരു കളറും ആ ഒരു വൈറ്റും ആ ഒരു വൈറ്റ് ബീഡ്സിൻ്റെ ആ ഒരു കളറൊക്കെ ആയിട്ട് നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇതുപോലെ ഓരോരോ പൂവിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അത് കുറച്ചും കൂടെ നന്നായിട്ട് ആ ഒരു ഫ്ലവറിന് കുറച്ചൊരു ഡെഫിനിഷൻ കൊടുക്കാൻ നന്നായി
ാണ് നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വൈറ്റ് പേപ്പർ യൂസ് ചെയ്തതിന് പകരം വേറെ ഏതെങ്കിലും കളർ പേപ്പറോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു